സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്ററുമായ അഖിൽ NRDയുടെ ഭാര്യ മേഘയുടെ ഇറങ്ങിപ്പോക്ക് വലിയ രീതിയിൽ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്ത ഒന്നാണ്. അതിൻ്റെ പേരിൽ വലിയ സൈബർ ആക്രമണവും മേഘ നേരിട്ടിരുന്നു. എന്നാൽ മേഘയുടെ ഭാഗത്തും ന്യായങ്ങളുണ്ടെന്നും പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും മേഘയുടെ അച്ഛൻ്റെ സുഹൃത്തെന്ന് അവകാശപ്പെട്ടയാൾ പറയുന്നു. ഇയാളുടെ വോയിസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. മേഘയുടെ അച്ഛൻ്റെ അഡ്വക്കേറ്റിൻ്റെ വോയിസാണ് ജിനൂസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവന്നത്. 4 ദിവസം മാത്രം പുതിയ പങ്കാളിക്കൊപ്പം കഴിഞ്ഞ മേഘ ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചുവന്ന് അവിടെയാണ് താമസം എന്നാണ് റിപ്പോർട്ടുകൾ. അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനായാണ് മേഘ എത്തിയതെന്നും വലിയ രീതിയിൽ മേഘയുടെ 2ാം വിവാഹം നടക്കാൻ പോകുന്നുവെന്നുമെല്ലാം റിപ്പോർട്ടുകളുണ്ട്. അഖിലുമായുള്ള ദാമ്പത്യത്തിൽ അൺഹാപ്പിയാണെന്ന് മേഘ 1 വർഷമായി സ്വന്തം വീട്ടുകാരോട് പറഞ്ഞിരുന്നതായും മേഘയുടെ അച്ഛൻ്റെ സുഹൃത്ത് പറയുന്നു. മേഘയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സംഭവത്തിൽ രാത്രി 12:30 ആയപ്പോഴാണ് ഈ കുട്ടിയുടെ പിതാവ് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പത്മകുമാർ എന്നാണ്. കുട്ടിക്ക് 2 അച്ഛന്മാരുണ്ട്. ആദ്യത്തെ അച്ഛനാണ് പത്മകുമാർ. 2ാമത്തെ അച്ഛൻ ഷാജി എന്നയാളാണ്. കോൺഗ്രസ് പ്രവർത്തകനാണ്. അമ്മയുടെ പേര് ലതയാണ്. മേഘയുടെ അച്ഛനും അമ്മയും വിവാഹമോചിതരാണ്. ശേഷമാണ് മേഘയുടെ അമ്മ 2ാമത് വിവാഹം കഴിച്ചത്. 2ാം അച്ഛൻ്റെ സംരക്ഷണയിലാണ് മേഘ വളർന്നത്. ഇടയ്ക്ക് സ്വന്തം അച്ഛനൊപ്പവും നിൽക്കാറുണ്ട്. അദ്ദേഹം ശുദ്ധനാണ്. മകളോട് അതിയായ സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. മേഘയുടെ വിഷയം അറിഞ്ഞ് പുള്ളിക്ക് പനിയും മറ്റും കൂടി ആശുപത്രിയിലായിരുന്നു. ഞാനായിരുന്നു അതിനെല്ലാം സഹായിച്ചത്. മേഘ ആ വ്യക്തിക്കൊപ്പം പോയ ശേഷം രമേശ് ചെന്നിത്തലയെ സമീപിച്ച് പോലീസുകാരുടെ സഹായത്തോടെ 2 മണിക്കൂർ കൊണ്ട് സ്റ്റേഷനിൽ എത്തിച്ചതും ഞാനാണ്. പിന്നീട് മേഘയുമായി ഞങ്ങൾ കോടതിയിൽ പോയി. ജഡ്ജ് ചോദിച്ചപ്പോൾ ആ ബസ് ജീവനക്കാരനൊപ്പം പോകാനാണ് താല്പര്യമെന്നാണ് മേഘ പറഞ്ഞത്. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് മേഘ അവളുടെ അച്ഛനെ വിളിച്ച് അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. 1 വർഷം മുമ്പ് മുതൽ ഈ കുട്ടി വീട്ടുകാരോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. എനിക്ക് സംസാരിക്കണം. ഞാൻ അൺഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. പത്മകുമാറും ഇക്കാര്യം എന്നോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ആയുള്ളൂ. ചട്ടിയും കലവും ആവുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും. അത് ക്ലിയർ ആയിക്കോളും എന്നാണ് കുട്ടിയുടെ വീട്ടുകാർ കരുതിയത്. ഇത്രത്തോളം സീരിയസ് ആണെന്ന് അവർ അറിഞ്ഞില്ല. അഖിലിൻ്റെ അച്ഛനുമായുള്ള ചില വിഷയങ്ങളും കുട്ടി പറയുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. പിന്നീടാണ് ബസ് യാത്ര വഴി പുതിയ പങ്കാളിയെ പരിചയപ്പെട്ടതും അവനുമായി അടുപ്പത്തിലായതുമത്രേ. അവനിൽ സുരക്ഷിതത്വം തോന്നിയതുകൊണ്ടാണ് മേഘ ഇറങ്ങിപ്പോയത്. പുതിയ പങ്കാളി അനു വിവാഹിതനല്ല. ചെറിയ വീടാണ്. അമ്മയും അനിയനും മാത്രമാണുള്ളത്. പുതിയ പങ്കാളിയുടെ സമ്മതത്തോടെയാണ് അച്ഛൻ്റെ വീട്ടിൽ മേഘ വന്ന് നിൽക്കുന്നത്. അല്ലാതെ അനുവുമായുള്ള ബന്ധം മടുത്തിട്ടോ അവസാനിപ്പിച്ചിട്ടോ അല്ല. അഖിലുമായി മ്യൂച്വൽ ഡിവോഴ്സിന് ഒരുങ്ങുകയാണ്. ഞാൻ മേഘയുടെ കുടുംബ സുഹൃത്താണ്. അവളുടെ ഭാഗത്തും ചില ന്യായങ്ങളുണ്ട്. അച്ഛൻ കുട്ടിയാണ് അഖിൽ. അച്ഛൻ പറയുന്നതിനപ്പുറം അഖിലിന് ഇല്ലത്രേ. ഒരു ഫ്രീഡവും ഇരുവർക്കും ആ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും അറിയുന്നു. മേഘ പലതും പരാതിപ്പെട്ടിട്ടും അഖിൽ അതൊന്നും അച്ഛനോട് ചോദിച്ചില്ലത്രേ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്.